ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാനുണ്ട്, ദൈവത്തിന് എന്നെ കുറിച്ച് പർപ്പസ് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്വന്തം കൈ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എന്നെ കുറിച്ച് ദൈവത്തിനൊരു വലിയ ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു. പലപ്പോഴും പിശാച് പറയും, യോബിന്റെ സകലതും സാത്താൻ ചോദിച്ചു മക്കളെ കൊണ്ടുപോയോ, ആടുമാടുകൾ കൊണ്ടുപോയോ, പണം കൊണ്ടുപോയോ, സമ്പത്ത് കൊണ്ടുപോയോ, ആരോഗ്യം കൊണ്ടുപോയോ, ശരീരത്തെ വ്രണം കൊണ്ട് വികൃതമാക്കിയോ? പക്ഷെ പുള്ളിയുടെ ഭാര്യയെ തൊട്ടില്ലല്ലോ. യോബിന്റെ ഭാര്യയെ സാത്താൻ ചോദിച്ചോ? പറ. യോബിന്റെ ഭാര്യയെ സാത്താൻ പരീക്ഷിച്ചോ? യോബിന്റെ ഭാര്യയല്ലേ യോബിനോട് വന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ മനുഷ്യ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പോയി സൂയിസൈഡ് ചെയ്യൂ, പോയി മരിക്കൂ എന്ന് യോബിന്റെ ഭാര്യയല്ലേ പറഞ്ഞേ? അപ്പോഴല്ലേ യോബ് പറഞ്ഞു, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന്. മണ്ണിനെ കൂടാതെ കുശവനും ഇല്ല, കുശവനെ കൂടാതെ പാത്രവും ഇല്ല. അതുകൊണ്ടാ യേശു ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പിന്നെയും കർത്താവ് പറഞ്ഞു, നിങ്ങളെ കൂടാതെ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളിലൂടെ നീയാകുന്ന വ്യക്തിയിലൂടെയാ ദൈവത്തിന് ഈ ഭൂമിയിൽ സംസാരിക്കാനുള്ള, ദൈവത്തിന് സഞ്ചരിക്കാനുള്ള, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, നിങ്ങൾ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. ഒന്ന് രണ്ട് തവണ ഇങ്ങനെ നെഞ്ചത്തോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞ്, എന്നെ കർത്താവിന് വേണ്ടതാന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ ശിരസിൽ കൈവച്ച് പറയുന്നു, ഇതിനകത്തിരിക്കുന്ന സകലരെ കുറിച്ചും ദൈവത്തിന് വലിയൊരു പദ്ധതി. ഇപ്പൊ എന്നൊക്കെ പറഞ്ഞ പ്ലാനും പർപ്പസും അല്ലേ? ഈ 4-ാമത്തെ വാക്യത്തിൽ കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം. അപ്പം യിരെമ്യാവ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ്. പ്രവാചകൻ അത് നോക്കി നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നേരത്ത്, ചിന്തിക്കാത്ത ടൈമിൽ പെട്ടെന്ന് പൊടുന്നനവേ ഈ കയ്യിലിരുന്ന പാത്രം അങ്ങ് ചീത്തയായിപ്പോയി. എന്ന് പറഞ്ഞാൽ അതങ്ങ് സ്ലിപ്പായിപ്പോയി, ഉടഞ്ഞ് തകർന്നുപോയി. അപ്പം സ്വാഭാവികമായി നിങ്ങളൊരു കുശവന്റെ ശാലയിൽ നിൽക്കുകയെന്ന് കരുതുക. ചക്രം കറങ്ങുന്നു, കുശവന്റെ കൈ കളിമണ്ണിൽ വെച്ചിരിക്കുന്നു. നിങ്ങളിങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പുള്ളി ഇങ്ങനെ പാത്രം ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പൊടുന്നനവേ ആ പാത്രം നല്ല ഷേപ്പായി നല്ലൊരു കലമായിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ചീത്തയായിപ്പോയി. പാതി വഴിയിൽ അത് തകർന്നു പോയി. നമ്മളെല്ലാവരും എന്നാ കരുതും? അയ്യോ, ഹല്ലേലൂയ, അയ്യോ ചീത്തയായിപ്പോയി, തകർന്നുപോയി. നിങ്ങളെ നോക്കി ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? നോക്കി നിൽക്കുന്നവന്റെ കാഴ്ചയിൽ, കണ്ടു നിൽക്കുന്നവന്റെ കാഴ്ചയിൽ പാത്രം സെറ്റായി, തകർന്നുപോയി. യേശു ലാസറിന്റെ ഭവനത്തിൽ വന്നു. കർത്താവിനവിടെ ആ പട്ടണത്തിൽ കയറാൻ വിലക്കുണ്ട്. അവിടെ ഇനി കയറിയേക്കരുതെന്നാ അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് വന്ന് ഇനി പ്രാർത്ഥിച്ചേക്കരുതെന്നാ. ആ പട്ടണത്തിൽ യേശു വന്നു. യേശു വന്ന ഉടനെ മാർത്ത സഹോദരിമാർ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, ഗുരു, നീ നേരത്തെ വന്നായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി. പറഞ്ഞേ, നാറ്റം വെച്ച് തുടങ്ങി. 4 ദിവസമായി. മാർത്തേ, എൻ്റെ പ്രിയപ്പെട്ട സിസ്റ്ററെ, സഹോദരി, ഈ നാറ്റം വെച്ച് തുടങ്ങി എന്നുള്ളത് നിന്റെ മൂക്കിന് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. കർത്താവിന്റെ മൂക്കിൽ ഉയർപ്പിന്റെ മണം അടിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നാറ്റം വെച്ച് തുടങ്ങി, എല്ലാം അവസാനിച്ചു എന്നുള്ളത് മാർത്തേ നിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നീ ചിന്തിച്ചു പോകുന്നതും
നിന്റെ അനുഭവങ്ങൾ കൊണ്ട് നീ നോക്കിക്കാണുന്നതുമാണ്. പക്ഷെ നീ നോക്കിക്കാണാത്ത, നിനക്ക് പറയാൻ കഴിയാത്ത, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത മറ്റൊരു പ്രവൃത്തി ഇതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട് എന്ന് ഇന്ന് പകൽ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അവിടെയാണ് നീ ജയിക്കുന്നത്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചീഞ്ഞ ശവത്തിന്റെ നാറ്റം മാർത്തയ്ക്കും മാത്രമുള്ള തോന്നലാണ്. ഹല്ലേലൂയ. പക്ഷെ യേശുവിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നു, അവനെ വെച്ച സ്ഥലം എവിടെ? കല്ലറ വാതിക്കൽ യേശു വന്ന് നിന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് കല്ലറയ്ക്കകത്തൂടെ നടന്ന്, അന്നത്തെ കാലത്തെ കല്ലറ വലിയ ഗുഹയാണ്, അതിനകത്തൂടെ നടന്ന് പുറത്തു വന്നെങ്കിൽ ആ ഫ്രണ്ടിൽ വെച്ച കല്ലും കൂടെ കർത്താവിനങ്ങ് പൊടിച്ചു കളഞ്ഞൂടായിരുന്നു. പുള്ളി ഇറങ്ങി വന്നപ്പം അവിടെ നിന്നവരോടാ പറയുന്നേ, ആ കാലിലെയും കയ്യിലെയും കെട്ട് അഴിക്കാൻ. മരിച്ചുപോയ ഒരാളിനെ, പാതാളത്തിൽ പോയ ആത്മാവിനെ വിളിച്ച് ശരീരത്തിൽ കൊണ്ടുവന്ന് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവരാൻ ശക്തിയുള്ള കർത്താവിന് ഇവരോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ കല്ലുരുട്ടി മാറ്റാൻ? അതും കൂടെ ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചങ്ങ് ഉരുട്ടി മാറ്റിക്കൂടായിരുന്നോ? ആ ഉയർപ്പിച്ചപ്പോ തന്നെ ആ ശക്തി അങ്ങോട്ട് വെളിപ്പെട്ടിട്ട് അവനെ കെട്ടിയ കെട്ടെല്ലാം കൂടെ ടക് ടക് നൂല് പൊട്ടുന്നത് പോലെ പൊട്ടി ആളിനെ കൊണ്ടുവന്നുകൂടായിരുന്നോ? കർത്താവിനൊരു പ്രത്യേകതയുണ്ട്, ഉരുട്ടി വെച്ചവനെയും കൊണ്ട് തന്നെ തിരിച്ചുരുട്ടിക്കും. കെട്ടിയവനെയും കൊണ്ട് തന്നെ കെട്ടഴിപ്പിക്കും. വിശ്വസിക്കുന്നവർ ഉരുട്ടി വെച്ചവനെയും കൊണ്ട് തന്നെ തിരിച്ചുരുട്ടിക്കും. ഇതൊരു പ്രൊഫറ്റിക് വേർഡായിട്ട് റിലീസ് ചെയ്യും. നിന്റെ ജീവിതത്തിന് മുമ്പിൽ ശത്രു ഏതൊക്കെ കല്ലാണോ ഉരുട്ടി വെച്ചത്, ഉരുട്ടി വെച്ചവൻ തിരിച്ചുരുട്ടേണ്ടി വരും. അതുകൊണ്ട് എന്റെ പൊന്നമാർത്തെ, നാറ്റം വെച്ചു എന്നുള്ളത് നിന്റെ ചിന്തയാണ്. ഞങ്ങൾക്ക് ഉയർപ്പിന്റെ മണം അടിക്കുക. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നിന്റെ മാത്രം ചിന്തയാണ്. യിരെമ്യാവിന്റെ കണ്ണിൽ ആ പാത്രം ചീത്തയായി പോയി, പക്ഷെ കുശവന്റെ കണ്ണിൽ അത് മറ്റൊരു പാത്രമായി മാറുകയാണ്. എന്റെ ചോദ്യം ഇതാ, ഈ കുശവൻ ഈ പാത്രം ഉണ്ടാക്കുമ്പോൾ അതിന് കുശവന്റേതായ ഒരു ഷേപ്പ് ഉണ്ട്. ആ കുശവൻ ഉണ്ടാക്കുന്ന പാത്രത്തിന് എല്ലാത്തിനും ഒരേ ഷേപ്പാണ്. പക്ഷെ ചീത്തയായി എന്ന് പറഞ്ഞ ഈ പാത്രം മാത്രമാണ് വേറെ ഒരു പാത്രങ്ങൾക്കും ഇല്ലാത്ത മറ്റൊരു പാത്രമായി മാറി. ഉടഞ്ഞ പാത്രങ്ങളെ മാത്രമാണ് ദൈവം തമ്പുരാൻ മറ്റൊരു പാത്രമാക്കി മാറ്റിയിട്ടുള്ളത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കുശവൻ അതിനെ എനിക്ക് തോന്നിയതുപോലെയല്ല, പിന്നെ തനിക്ക് തോന്നിയതുപോലെ. തനിക്ക് തോന്നിയതുപോലെ. നിങ്ങളെ കുറിച്ചുള്ള എന്റെ വിചാരങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കല്ല. ചങ്ക് തകർന്നാണോ ഇവിടെ വന്നിരിക്കുന്നത്? മോനെ, ചങ്ക് തകർന്നാണോ ഇവിടെ വന്നിരിക്കുന്നത്? നീ പാതി വഴിയിൽ ഉടഞ്ഞൊരു പാത്രമാണോ? ഞാൻ തൊഴുകൈയോടൊരു കാര്യം പറയാം, പിണങ്ങി പോകരുത്. കുശവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ചക്രത്തിൽ നിന്ന് ഓടിപ്പോകരുത്. കുശവന്റെ ശാല വിട്ടും പോകരുത്. നീ ഇപ്പോൾ ചീത്തയായി തകർന്നു എന്നൊക്കെ പറയുമ്പോഴും നീ ആ സാന്നിധ്യത്തിൽ തന്നെ, ആ കുശവന്റെ കൈക്കീഴിൽ തന്നെ നീ ഒന്ന് ഇരുന്നു കൊടുത്തേ. നിന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ മറ്റൊരു പാത്രമാക്കി അവൻ പാണത് പുറത്തെടുക്കും. ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുന്നത്, ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. സന്നിധി വിട്ടു പോകരുത്. വിസ കിട്ടി കാണുകയില്ല, ജോലി കിട്ടി കാണുകയില്ല, കടം മാറി കാണുകയില്ല, രോഗം വന്ന് കാണാം, പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ലായിരിക്കാം. ദൈവ സന്നിധി വിട്ടു പോകരുത്.
പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി വരും തോറും അങ്ങോട്ട് മുട്ടയിലോട്ട് നിന്നേച്ച് ആ കാലയിലോട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കണം. മറ്റൊരു പാത്രമാക്കി ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, നിന്നെ ഒരു മാനപാത്രമാക്കി, നിന്നെ ഒരു മാനപാത്രമാക്കി ദൈവം.